ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 1. Let H be the set of 4 vectors of the form S, 3S, 2S. H എന്നുള്ളത് എന്താണ്? ഒരു സെറ്റ് ആണ്. ആ സെറ്റിലുള്ളത് എന്താണ്? ഈ രൂപത്തിലുള്ള കോളം മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ കോളം വെക്ടേഴ്സ് ആണ്. Find a vector V in R3 such that H equal to span of V. നമുക്ക് R3 എന്നുള്ള വെക്ടർ സ്പേസിൽ ഒരു വെക്ടർ V ഫൈൻഡ് ചെയ്യണം. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ആ V എന്നുള്ള വെക്ടറിന്റെ സ്പാൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? H എന്നുള്ള ഈ സെറ്റ് കിട്ടണം. ആ രൂപത്തിലുള്ള ഒരു വെക്ടർ V നമുക്ക് R3 എന്നുള്ള വെക്ടർ സ്പേസിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. Why does this shows that H is a subspace of R3? നമ്മൾ H equal to span of V എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് H R3 യുടെ ഒരു സബ്സ്പേസ് ആണെന്ന് മീൻ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന R3 യിലുള്ള ഈ വെക്ടറിന് നമ്മൾ S നെ പുറത്തേക്ക് എടുക്കുക. ഇവിടെ 1 into S എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് S നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 1 ഉണ്ടാവും. ഇനി ഇവിടെ S നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 3 ഉണ്ടാവും. ഇവിടുന്ന് S നെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 2 ഉണ്ടാവും. സോ സിമ്പിൾ ആയിട്ട് ഈ പുറത്ത് നമ്മൾ ഒരു S നെ നിർത്തി പിന്നെ 1, 3, 2 എന്ന് എഴുതാം നമുക്കതിനെ. ഇനി നോക്കൂ, ഈ കോളം മെട്രിക്സിന് അല്ലെങ്കിൽ ഈ ഒരു കോളം വെക്ടറിന് നമുക്ക് ഒരു V എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഇവിടെ ഒരു S ഉണ്ട്, ഇത് V. അപ്പൊ S into V എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ഈ രൂപത്തിലുള്ള വെക്ടേഴ്സ് ആണ് H ലുള്ളത്. അപ്പൊ നമുക്ക് H നെ എങ്ങനെ എഴുതാം? H equal to H ലുള്ള വെക്ടേഴ്സ് ഈ രൂപത്തിലാണ്. ഇനി ഈ രൂപത്തിലുള്ള വെക്ടർ നമ്മൾ S into V എന്നാണ് എഴുതിയിട്ടുള്ളത്, മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പൊ H ഉള്ള വെക്ടേഴ്സ് ഏത് ഫോമിലുള്ള വെക്ടേഴ്സ് ആണ്? ഈ ഫോമിലാണ് എന്ന് പറയുമ്പോൾ S into V ഫോമിലുള്ള വെക്ടേഴ്സ് ആണ്. ഇത് നോക്കൂ, ഇവിടെ S ന് എനിക്ക് എന്ത് നമ്പറും കൊടുക്കാം. ഓക്കെ, S ന് ഞാനിപ്പോ 1 കൊടുത്താൽ 1 into 1, 3, 2 എന്ന് പറയുമ്പോൾ 1, 3, 2 എന്ന് കിട്ടും. S ന് ഞാൻ 2 കൊടുത്താൽ 2 into 1, 3, 2 എന്ന് പറയുമ്പോൾ 2 into 1, 3, 2 എന്ന് പറയുമ്പോൾ 2, 6, 4 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് S ന് ഇഷ്ടമുള്ള നമ്പർ, റിയൽ നമ്പർ കൊടുക്കാം. അതുകൊണ്ടാണ് S belongs to റിയൽ നമ്പർ എന്ന് എഴുതിയത്. നോക്കൂ, ഇത് ഒരു V എന്നുള്ള ഒരൊറ്റ കോളം മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു കോളം വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ലീനിയർ കോമ്പിനേഷൻ എന്ന മീനിങ് എന്താണ്? സിമ്പിൾ ആയിട്ട് ഒരു വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കൂ, S എന്നുള്ള ഒരു നമ്പർ കൊണ്ട് V എന്നുള്ള ഈ കോളം മെട്രിക്സിനെ അല്ലെങ്കിൽ കോളം വെക്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ വിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഇത് ഈ H എന്നുള്ള സെറ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് H നെ എങ്ങനെ എഴുതാം? H എന്നുള്ളത് V എന്നുള്ള വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എഴുതാം സ്പാൻ ഓഫ് V എന്ന് എഴുതാം. സോ H equal to span of V എന്ന് നമുക്ക് കിട്ടി. This shows H is a subspace of R3. സോ ഇത് നമുക്ക് എന്ത് പറയാം? H എന്നുള്ള സെറ്റ് എന്താണ്? R3 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയാം. Because any span is a subspace. സോ കാരണം എന്താണ്? ഏതൊരു സ്പാനും എന്തായിരിക്കും? ഒരു സബ്സ്പേസ് ആയിരിക്കും. ഇനി H R3 യുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ 0 വെക്ടർ H ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് S എന്നുള്ള നമ്പർ റിയൽ നമ്പർ ആണല്ലോ, അത് നമ്മൾ 0 ആയിട്ട് എടുക്കുക. അപ്പൊ നോക്കൂ, 0 belongs to R, അത് ട്രൂ ആണ്. അപ്പൊ 0 into V എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 0 into V ഇതാണല്ലോ. 0 into 1, 3, 2 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എലമെന്റ്സ് 0 കിട്ടും. 0 into 1 0, 0 into 3 0, 0 into 2 0 എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് 0 എന്നുള്ള വെക്ടർ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? S നെ നമ്മൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ H equal to 0 എന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ H ൽ 0 വെക്ടർ ഉണ്ടെന്ന് കിട്ടി. ഇനി സബ്സ്പേസ് ആവാനുള്ള രണ്ടാമത്തെ കണ്ടീഷൻ, H ലുള്ള 2 വെക്ടേഴ്സ് എടുത്തു, അത് ആഡ് ചെയ്താൽ വീണ്ടും H ൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഞാൻ H ലുള്ള വെക്ടേഴ്സ് SV ഫോമിലാണ്. അപ്പൊ H ലുള്ള ഫസ്റ്റ് വെക്ടറിന് ഞാൻ S1V എന്ന് പേര് കൊടുത്തു, അടുത്ത വെക്ടറിന് S2V എന്ന് പേര് കൊടുത്തു. ഇത് രണ്ടും H ലുള്ള വെക്ടേഴ്സ് ആണ്. നോക്കൂ, ഞാൻ ഇതിനെ ആഡ് ചെയ്തു. അപ്പൊ നോക്കൂ, S1V plus S2V എന്ന് പറയുമ്പോൾ അതിൽ V കോമൺ ആണ്. അപ്പൊ V നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്കതിനെ V നെ അതാ പുറത്ത് വെച്ചു. അപ്പൊ S1 plus S2V എന്ന് എഴുതി. നോക്കൂ, ഇവിടെ ഒരു നമ്പർ S1 plus S2 എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ ആണ്. ഒരു നമ്പർ ഇൻറ്റു V എന്നുള്ള വെക്ടർ. ഈ ഫോമിലുള്ള വെക്ടേഴ്സ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? H ൽ ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം H ലുള്ള വെക്ടേഴ്സിന്റെ ഫോം ഒരു നമ്പർ ഇൻറ്റു V ഫോമിലാണ്. അപ്പൊ S1 plus S2 എന്നുള്ള ഒരു നമ്പർ ആണ്. ആ നമ്പർ ഇൻറ്റു V ഫോമിലുള്ള വെക്ടർ ആണത്. അപ്പൊ ഈ വെക്ടർ എവിടെ ഉണ്ടായിരിക്കും? H ലുണ്ട്. നോക്കൂ, നമ്മൾ 2 വെക്ടർ H എന്ന് ചൂസ് ചെയ്തു, അത് ആഡ് ചെയ്താൽ കിട്ടുന്ന പുതിയ വെക്ടർ എവിടെ ഉണ്ട്? H ലുണ്ട്.
നെക്സ്റ്റ് കണ്ടീഷന് എച്ചിലുള്ള ഒരു വെക്ടർ ചൂസ് ചെയ്യുക. നമ്മളൊരു സ്കേലാർ അതായത് ഒരു നമ്പറിനെ എച്ചിലുള്ള ഒരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന പുതിയ വെക്ടർ വീണ്ടും എച്ചിലുണ്ടെന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എസ് വി എന്നുള്ള ഒരു വെക്ടറിനെ ഒരു ആൽഫ എന്നുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കൂ, സിമ്പിൾ ആയിട്ട് എസ് വി എന്നുള്ള വെക്ടറിനെ ആൽഫ എന്നുള്ള ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? നോക്കൂ, ഇതിൽ എസും ആൽഫയും സ്കേലാർസ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കാം. ആൽഫ ഇൻറ്റു എസ്. വി എന്നുള്ളത് ഒരു വെക്ടർ ആണ്, അപ്പൊ നമുക്ക് ഇതിനെ പുറത്തേക്ക് വെക്കാം. അപ്പൊ നോക്കൂ, ഇത് ആൽഫ ഇൻറ്റു എസ് എന്നുള്ള ഒരു നമ്പർ ആണ്. ഒരു നമ്പർ ഇൻറ്റു വി ഫോമിലാണ് ഇതുള്ളത്. അപ്പൊ ഒരു നമ്പർ ഇൻറ്റു വി ഫോമിലാണെങ്കിൽ ആ വെക്ടർ വീണ്ടും എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ വെക്ടർ എവിടെ ഉണ്ടായിരിക്കും? എച്ച് എന്നുള്ള സെറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ എന്നുള്ള ഒരു നമ്പറിനെ എച്ചിലുള്ള ഒരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടുന്ന പുതിയ വെക്ടർ വീണ്ടും എച്ചിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മളെ സബ്സ്പേസ് ആവാനുള്ള 3 പ്രോപ്പർട്ടിയും എച്ച് എന്നുള്ള സെറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. സോ എച്ച് എന്താണ്? R3 എന്നുള്ള വെക്ടർ സ്പേസിന്റെ ഒരു സബ്സ്പേസ് ആണ്.